ഒരു വാക്ക് നൽകുന്നു. UDFന്റെ തേരോട്ടം ആരംഭിക്കാൻ പോകുന്നത് തിരുമലയുടെ മണ്ണിൽ നിന്നും നേമത്തിന്റെ മണ്ണിൽ നിന്നുമാണ്. നിങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള MLA, നമ്മുടെ എല്ലാം മന്ത്രി ശ്രീ ശിവൻകുട്ടി രാവിലെ ബൈറ്റ് കൊടുത്തപ്പോൾ പറഞ്ഞു, ശബരിനാഥനല്ല VD സതീശൻ വന്നാലും അവർ തന്നെ വിജയിക്കും. ഇവിടെ കോൺഗ്രസും BJPയും തമ്മിലുള്ള അദൃശ്യമായിട്ടുള്ള ബന്ധം കാരണമാണ് കോൺഗ്രസ് ആദ്യമായി ഇവിടെ സീറ്റ് പ്രഖ്യാപിച്ചെന്നുള്ളത്. ഒരു കാര്യം ശ്രീ ശിവൻകുട്ടിയെ കോൺഗ്രസും UDF ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ വൈകുന്നേരം 3:30 മണിക്ക് ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ കേരളത്തിലുള്ള 3.5 കോടി മലയാളികളോട് അദ്ദേഹം മാപ്പ് പറഞ്ഞു. ആരോടും ചർച്ച ചെയ്യാതെ, ഒരു തീരുമാനമെടുക്കാതെ RSSന്റെ സംഘപരിവാർ അജണ്ട PM ശ്രീയിലൂടെ തിരുത്തിക്കേറ്റാൻ നോക്കിയത് നമുക്ക് പറ്റിയ തെറ്റാണെന്ന് പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തിട്ടുള്ള ആ കള്ളയാൾ ആരാണെന്നുള്ളത് തിരുമലയിലുള്ള നേമത്തുള്ള ആളുകൾക്കറിയാം. അത് ചെയ്തിട്ടുള്ളത് ആ തെറ്റുകാരൻ ശ്രീ V ശിവൻകുട്ടി എന്ന് പറഞ്ഞ് ഇവിടെ മതേതര വോട്ട് പിടിച്ച് BJPക്കെതിരെ അംഗം കുറിക്കുമെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ച ശ്രീ V ശിവൻകുട്ടി, എനിക്കൊരൊറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. തിരുമല ജംഗ്ഷനിൽ വന്ന് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള BJPയെ തുരത്താൻ വേണ്ടി നിങ്ങൾക്ക് വോട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും മറ്റാളുകളോടും മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ ഇലക്ഷനിൽ നമുക്കെതിരെ അംഗത്തിന് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇവിടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, മതനിരപേക്ഷത പറഞ്ഞുകൊണ്ട്, ശരിയായിട്ടുള്ള ദിശാബോധത്തിൽ ഈ ജില്ലയെ, ഈ സംസ്ഥാനത്തെ, ഈ ഒരു തലസ്ഥാന നഗരത്തിലെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പൂർവ്വകാല പ്രതാപത്തിലേക്ക് എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന, ഇവിടെ CPMന്റെ കീഴിൽ അങ്ങ് ഉപ്പടാമൂട് പാലത്തിന് കീഴിൽ കൊച്ചുകുട്ടികൾ CPMയുടെ ബന്ധമുള്ള സ്ഥലത്ത് അവിടെ ഭക്ഷണം കിട്ടാതെ നരകിച്ച് ഫോട്ടോ ആളുകൾ മറന്നിട്ടില്ല. അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മണ്ണ് വാരിത്തുന്ന സഖാക്കളുടെ നാട്ടിൽ, സഖാക്കളുടെ വാർഡിൽ മണ്ണ് വാരിത്തുന്ന പാവപ്പെട്ട കുട്ടികളടക്കം ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാവർക്കും നീതി കാണിക്കുന്ന, എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന നാളെയുടെ ഒരു നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റുവാൻ ഇവിടെ കഴിയുന്ന ഏക പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFുമാണെന്നും ശ്രീ ശിവൻകുട്ടിയും കൂട്ടരും മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, ധാരണ അങ്ങേരെ ഉള്ളത് BJPയുമായിട്ടാണ്. ആ ധാരണയുടെ പേര് പറഞ്ഞ് ഞാൻ കൊച്ചായിരുന്ന പുതിയ ഞാൻ 4ാം ക്ലാസ്സിൽ സ്കൂൾ ബസ്സിൽ പോകുമ്പം അന്ന് ഞാൻ ആദ്യം കേട്ടൊരു പേരാണ് ശ്രീ മേയർ ശിവൻകുട്ടി. മേയർ ശിവൻകുട്ടി എന്നുള്ള പേരാണ് ഇപ്പോഴും എന്റെ മനസ്സിൽ മേയർ എന്ന് കേട്ടാൽ ആദ്യം വരുന്നത് ശ്രീ ശിവൻകുട്ടി എന്നുള്ള പേരാണ്. അങ്ങനെ 4ാം ക്ലാസ്സിൽ മേയർ ശിവൻകുട്ടിയെ അത്ഭുതത്തോടെ കണ്ട ഒരു ബാലനായ ഞാൻ അങ്ങ് വളർന്നു MLA ആയി മന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ 25ാം വാർഡിൽ മത്സരിക്കാൻ നിൽക്കുമ്പോൾ വെറുതെ കൊച്ചുകുട്ടികളോട് ഇങ്ങനെ പറഞ്ഞ് അങ്ങയുടെ ഒരു വില കളയല്ലേ എന്ന് ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങളെല്ലാവരും ഞാനടക്കം UDFന്റെ പാനൽ മത്സരിക്കുന്ന ആളുകളെ ഞാൻ ആദ്യമായിട്ടാണ് പൊതുചടങ്ങിൽ പറയുന്നത്, 25ാം വാർഡിൽ കവടിയാർ വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നമ്മൾക്കെല്ലാം വേണ്ടി മത്സരിക്കുന്ന എന്നെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സംഹരിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകൾ നേരുന്നു. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.